ഹായ് ചെയ്യുന്നവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ 8:45 നേരമായി. ബാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളുടെ പരിപാടി ഓട്ടോ ഓടാൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ളതാണ്. ആയി വന്നിക്കണ് പല്ലച്ചാ ചായ കുടിക്കണ്ടേ? ചായ കുടിക്കണം. അപ്പോൾ ചായ കുടിക്കുന്നു, വണ്ടിയും കൊണ്ട് ഇറങ്ങുന്നു. കുറച്ച് ദിവസത്തേക്ക് ഇനി നമ്മൾ ഓട്ടോ ഓടുന്നതായിരിക്കും. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ ഒരാഴ്ചത്തോളം നമ്മൾ മുഴുവനായിട്ടും ഓട്ടോ ഓടുന്ന ഒരു സീരിയസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. വേറെ ഒന്നുമല്ല, അത് തക്കതായ കാരണമുണ്ട്. ആ ഒരു കാരണം ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ തൽക്കാലം പറയണില്ല, കാരണം അത് മുഴുവനായിട്ടില്ല. കാരണം മുഴുവനാവും എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ തൽക്കാലം ക്യാമ്പിങ് ചെയ്യാത്തത്. ഇപ്പോൾ ഈ യാത്ര പോലെ തന്നെ ആരും തന്നെ സ്റ്റെക്ക് വന്നേക്കുവാണ് എനിക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും കുഴപ്പമില്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കുന്ന, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് ഓട്ടോ ഓടുന്ന വീഡിയോ ആണെങ്കിലും നിങ്ങൾ എൻജോയ് ചെയ്യും എന്ന് കരുതുന്നു. എന്തൊക്കെയായാലും നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. രാജാ നമ്മൾ പല്ലൊക്കെ വെച്ചു ചായ കുടിക്കാം. ചായക്കടി ഇവിടെ എന്താണ്? നൂൽപുട്ടാണോ? നൂൽപുട്ട് ഉള്ളിക്കൂട്ടാണ്. നൂൽപുട്ട് ഉള്ളിക്കൂട്ടാൻ മുണ്ടടക്ക് മുണ്ടൻ്റെ കയ്യിൽ വേണമെന്നോ? മുണ്ടോളെ കയ്യിൽ വേണമെന്നോ? എന്തിനാ മുണ്ട്? ഇതൊക്കെ തിന്നോട്ടാ ആളെ. നല്ല കുട്ടിയാ അല്ലേ? ഇപ്പൊ കുറച്ച് ദിവസമായില്ലേ നമ്മള് ഓട്ടോ ഓടുന്നതൊക്കെ കാണിച്ചിട്ട് അല്ലേ? അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ടൗണിലേക്ക് എത്തട്ടെ. 9:05 ആയിട്ടുണ്ട്. നമ്മുടെ ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴേക്ക് ഏതായാലും കൊള്ളാം. രാവിലെ തന്നെ നല്ല വെയിലുണ്ട്. ഇനിയിപ്പോ അങ്ങോട്ടേക്കൊക്കെ ചൂട് കൂടി വരുന്ന ഒരു ടൈമാണ്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വണ്ടൂർ പഞ്ചായത്തിലെ പോക്കറ്റ് റോഡുകളെല്ലാം തന്നെ, അതായത് പണിയെടുക്കേണ്ട തകർന്നു പോയിട്ടുള്ള പോക്കറ്റ് റോഡുകളെല്ലാം തന്നെ പണി കഴിപ്പിച്ച് ഇതുപോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് അടുത്തൊരു മഴക്കാലം ഇത് നേരിടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയാം. നേരിടാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ പോലും തൽക്കാലിക ആശ്വാസം നമുക്കിപ്പോൾ പോകുമ്പോണ്ടാവും. എല്ലാ വർഷം മെമ്പർമാർക്ക് എന്തെങ്കിലും ഒരു പണി വേണ്ടേ. അങ്ങനെ ഞാൻ വണ്ടൂർ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ടൗണിൽ നമ്മളുടെ ഓട്ടോ സ്റ്റാൻഡ് ഇതാണ്. കാളികാവ് റോട്ടിലാണ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത്. നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിന്റെ ബാക്കിൽ ഒരു 11ാമത്തെ വണ്ടി അല്ല, ഒരു 10ാമത്തെ വണ്ടിയായിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ട്. കൈനീട്ടം ഒക്കെ കിട്ടണം നമ്മൾക്ക്. ഇന്ന് നല്ല കുറച്ച് ദിവസം നമ്മൾ ആക്റ്റീവായിട്ട് ഓടിയേ പറ്റൂ, നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പിങ് ആകുമ്പോൾ എന്താ പറയുക, ക്യാമ്പിങ് ഉച്ച വരെ എനിക്ക് ഓടാൻ വേണ്ടി പറ്റുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ക്യാമ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പിറ്റേ ദിവസം ഈ വീഡിയോ ക്യാമ്പ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പിറ്റേ ദിവസം ഉച്ച വരെ ആ എഡിറ്റിങ്ങിന് ഇരിക്കണം. അത് ഭയങ്കര പണിയത് എഡിറ്റ് ചെയ്യാൻ. ഞാൻ 2 മണിക്കൂറൊക്കെ ഒരു വീഡിയോ ഉണ്ടാവും, ഷൂട്ട് ചെയ്യും. 2 മണിക്കൂറൊക്കെ ഷൂട്ട് ചെയ്യും. അതങ്ങനെയാണ്. പിന്നെ അത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് നമ്മൾ മാക്സിമം ഞാൻ തന്നെ 4-5 വട്ടം കണ്ടപ്പോൾ ഒരു വീഡിയോ ഒരു 5 പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 5 4 പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഞാൻ കണ്ടക്കും. എന്നിട്ട് അതിന് വേണ്ടാത്തതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ട് ലാഗ് ഇല്ലാതെ കൃത്യമായ രീതിയിൽ നിങ്ങളെ മുമ്പിലേക്ക് ആ ഒരു വീഡിയോ എത്തിക്കുന്നത്. എന്നാൽ പോലും അതിൽ നിങ്ങൾക്ക് ലാഗ് അനുഭവപ്പെടുന്നുണ്ടാവാം. കാരണം എൻ്റെ വീഡിയോ ആയതുകൊണ്ട് എനിക്ക് ഇത് ഓക്കെ എന്ന് തോന്നുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഓക്കെ തോന്നിക്കോണമെന്നില്ലല്ലോ. അപ്പം അങ്ങനെയുണ്ടല്ലോ. അപ്പം അതാണ് സംഭവം. അപ്പം അതുകൊണ്ട് തന്നെ ക്യാമ്പിംഗ് വീഡിയോ തൽക്കാലം നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുവാണ്, ഒന്ന് ചവിട്ടി പിടിക്കുവാണ്. അതിനുശേഷം നമുക്ക് നോക്കാം, കുറച്ച് കഴിയട്ടെ. ഓരോരുത്തർ രാവിലെ തന്നെ ഫോണുമ്മ കളി, ഫോണിൽ വണ്ടിയിൽ നിന്നും വല്ലാതൊന്നും ആരും ഇറങ്ങുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ പുതിയ ആളാണ്. ഫസ്റ്റ് ഗ്യാപ്പില് സെലീസ് അല്ലേ? എന്താട്ടാ സുഖല്ലേ? ഓടിയാ? അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു മരുഭൂമിയിലേക്ക് നോക്കുന്നത് പോലെയാണോ അല്ലേ? അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഗ്യാപ്പില് വെറുതെ ഇവരുടെ വന്നത്. നമ്മളുടെ ഒരു മാർക്കറ്റാണ്. അപ്പൊ ഞാൻ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി ഒന്ന് ഓപ്പോസിറ്റ് കിടക്കുന്നുണ്ട്. ഒരു തിരിക്കട്ടെ, നമ്മുടെ കൈനീട്ടാട്ടാ. ഓക്കെ, അപ്പൊ നമ്മുടെ കൈനീട്ടം എന്ന് പറയുന്നത് കുറച്ച് ചിക്കന് ഒരു വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏതാണ്ട് ഒരു 50 രൂപ പോയിന്റിലേക്കാണ് നമുക്ക് കൊണ്ടു കൊടുക്കേണ്ടത്. നമ്മുടെ വണ്ടി വാടക അതും തന്നെ ആ വീട്ടുകാർ തരണം. ചിക്കന്റെ പൈസയും വീട്ടുകാർ തരണം. മരക്കലംകുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമാണത്. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല്
ഇവിടെയൊക്കെ ധാരാളം ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ ആണ്. അതായത് നമ്മൾക്ക് ഒഴിഞ്ഞൊരു സ്ഥലമൊന്നും ഇവിടെ വല്ലാതെ കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് ഒരു ദിവസം എന്തായാലും 2-3 ട്രിപ്പ് ഈ ഒരു മരക്കലകുന്ന് ഭാഗത്തേക്ക് പ്രതീക്ഷിക്കാം ഉണ്ടാവും. കാരണം എത്ര അധികം ആളുകൾ ഇവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളൊക്കെ അധികം ഓട്ടോയ്ക്ക് തന്നെയാണ് പോവാറ്. നമ്മളുടെ സ്റ്റാൻഡിൽ നിന്ന് സ്ഥിരമായിട്ട് ഇങ്ങോട്ടേക്ക് വണ്ടി വിളിച്ചു വരുന്ന ആളുകളുണ്ട്. ഇവിടേക്ക് സാധാരണഗതിയിൽ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ ഒരു പോയിന്റ് വരെയൊക്കെ 30 രൂപയും, ഇവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ 40 രൂപയും, അവിടെ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ 50 രൂപയും അങ്ങനെയൊക്കെയാണ് ചാർജ് വരുന്നത്. ഇതൊക്കെ 30 രൂപ പോയിന്റ് ആട്ടോ. ഇവിടേക്കൊന്നും 1.5 കിലോമീറ്റർ ആയിട്ടില്ല. 1.5 കിലോമീറ്റർ എന്ന് പറയുന്നത് ഈ റോഡിന്റെ ഒരു എൻഡ് ഉണ്ട്. ആ ഒരു എൻഡ് എത്തണം 1.5 കിലോമീറ്റർ. ഇവിടെ എന്താ സംഭവം? ഇവിടെ ഒരു വീടിന് ചുറ്റി അടിക്കുന്നുണ്ട്. ഒരു വീട്, പുതിയൊരു വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയാണ്. അതിന് കുറെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. കൊള്ളാം, എല്ലാവരും വീട് വളരെ കയറട്ടെ. അതായത് ഇതാണ് എൻഡ്. ഈ ഒരു എൻഡ് വരെ നമ്മൾക്ക് 30 രൂപയാണ്. ഇവിടുന്ന് ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ 40 രൂപ ആവും. പിന്നെയും പോവുകയാണെങ്കിൽ അങ്ങനെ കൂടി പോകും. ഇതാ ഞാൻ പറഞ്ഞത്, ഈ റോഡൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡോറിങ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഈ റോഡിന് ഇനി ഒരു 1/2 കിലോമീറ്റർ കൂടി പോകണം. 1/2 കിലോമീറ്റർ അല്ല, ഒരു 700 മീറ്ററോളം നമുക്ക് ഇനിയും പോകണം. മിഷൻ കംപ്ലീറ്റ്. അപ്പൊ ആ പരിപാടി കഴിഞ്ഞു. നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ചിക്കൻ കൊടുത്തു. നമ്മൾക്ക് 50 രൂപ നമ്മളുടെ പോക്കറ്റിലേക്ക് കയറി നമ്മളുടെ അക്കൗണ്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ഒരു മാവുണ്ട്. ആ ഒരു മാവ് നോക്കി എല്ലാം കാണില്ല. വേണ്ട, ഈ ഒരു മാവിന്റെ ഇല കാണില്ല. ഫുള്ളായിട്ട് പൂത്ത് കിടക്കുവാണ് ആ ഒരു മാവ്. എന്താ അത്ര കണ്ട് പൂത്തിട്ടുണ്ട്. നന്നാവട്ടെ. ഇപ്രാവശ്യം ഈ ഒരു ഭാഗങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ധാരാളം മാങ്ങുണ്ട്. അപ്പൊ നമ്മള് മെയിൻ റോഡിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് സ്ലോവിലൊക്കെ പോയാൽ മതി. കാരണം 2 വശങ്ങൾ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ തുടങ്ങും, വൈകുന്നേരം വരെ തള്ളന്നെ. അയ്യോ, തട്ടരുത്. മുന്നിൽ നമ്മുടെ സാദിഖ് ബ്രോന്റെ വണ്ടിയുണ്ട്. സാദിഖ് ബ്രോ മൊത്തത്തിൽ നമ്മളെ വണ്ടിയുടെ ബ്രേക്ക് ആയതുകൊണ്ടേ ഇവരൊക്കെ കീറി, എന്താ പറയാ, ഇവിടെ കീറി, ബാക്കൊക്കെ കീറി. വണ്ടി വൃത്തി പറഞ്ഞു പഴക്കായില്ലേ, ഒരു 7 വർഷമായി പതി. പിന്നെ ഇവിടെ കണ്ട പെയിൻ്റൊക്കെ റെഡിയാക്കണം നമുക്ക്. ഒരു 1.5 കൊല്ലം കൂടി ബ്രേക്ക് ഉണ്ട്, പേപ്പറുണ്ട്. ആ പേപ്പർ അടുത്ത ബ്രേക്ക് ആകുമ്പോഴേക്ക് നമ്മൾക്ക് ഇവനൊന്ന് കുട്ടപ്പനാകാം. ചെങ്ങന്മാരപ്പം നമുക്ക് 10:25 ഒരു ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ട്രിപ്പ് എന്ന് പറയുമ്പോൾ 40 രൂപയുടെ ട്രിപ്പാണ് കേട്ടോ. 40 രൂപയുടെ ട്രിപ്പ്, 2 കിലോമീറ്റർ ദൂരത്തേക്ക് 40 രൂപയാണ്. അത് വാങ്ങി നമ്മൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് ഗ്യാപ്പ് കിട്ടിയ ട്രിപ്പാണ്. അത് ഞാൻ ഫ്രണ്ടിലേക്ക് എത്തിയിട്ട് എനിക്ക് കിട്ടിയ ട്രിപ്പാണ്. നമ്മൾ നേരത്തെ ലൈനിലങ്ങ് തള്ളിയില്ലേ, എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ 2 ട്രിപ്പാണ് എടുത്തത്. 2 ട്രിപ്പ് കിട്ടി നമുക്ക് അടുത്ത ട്രിപ്പ് പോകും. അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് സ്റ്റാൻഡിലേക്ക് എത്തിയെന്നല്ലാതെ ഞാൻ വേറൊരു കാര്യം ചെയ്യണമെങ്കിൽ, അതായത് നമ്മളുടെ വണ്ടിയിലെ എണ്ണ തീരെ ഇല്ലടേ. നമുക്ക് 200 രൂപയുടെ ട്രിപ്പ് കിട്ടിയാൽ കൊണ്ടുവിടാനുള്ള എണ്ണ ഉണ്ട്, റിട്ടേൺ പോരാനുള്ള എണ്ണ ഉണ്ടാവും. അത് സൂചി ഇങ്ങനെ പൊന്തുണ്ടെന്ന് എന്തൊരു കഥ. ഇപ്പൊ കാട്ടാൻ എണ്ണായി റിട്ടേൺ പോരാൻ വേണ്ടി കഴിയുമറിയില്ല. പോരാ, ഒപ്പിക്കാം. അതിനിടയിൽ പമ്പ് ഉണ്ടാവുമല്ലോ അല്ലേ, DSL അല്ലേ, CNG നല്ലല്ലോ, കിട്ടുന്നു. പിന്നെ എന്താ വെച്ചാൽ ഒക്കെ ഒരു ജഗ പുകയാണ് ഇന്നത്തെ അവസ്ഥ. നല്ല സുഖമുള്ള ഒരു ലോക്കൽ കിട്ടി. സുഖമുള്ള ലോക്കൽ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ബാക്കിൽ ഇരിക്കുകയായിരുന്നു കഴിഞ്ഞ ട്രിപ്പ് കഴിഞ്ഞാണ്ട്. അവിടെ ഇരുന്ന് ഇങ്ങനെ വെറുതെ ഫോണുമ്മ തോണ്ടിരിക്കുമ്പോഴാണ് ഒരു ചേച്ചിയും ഒരു ചേട്ടനും വണ്ടിയിൽ കയറിയിട്ട് സ്കൂളിന്റെ അവിടേക്ക് പറഞ്ഞു പോകുന്നത്. സ്കൂളിന്റെ അവിടേക്ക് ഏതാണ്ട് വെറും 1/2 കിലോമീറ്ററിൽ ഒതുങ്ങുന്ന, 1/2 കിലോമീറ്റർ കൂടി ഇല്ല, അതിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങുന്ന ഒരു ലോക്കലായിരുന്നു. ഭയങ്കര സന്തോഷം. അടുത്ത ട്രിപ്പ് ഇതേപോലെ കിട്ടിയിരുന്നെങ്കിൽ അതിലേറെ സന്തോഷം. നമുക്കൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ട്രിപ്പ് കിട്ടുന്നതായിട്ട് നല്ലതല്ലേ. ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഇത്തരത്തിലുള്ള ലോക്കല്, അത് 1/2 കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളിയായി. ഇതിപ്പോ ഇതിലെ വന്ന 2 പയ്യന്മാർ വന്നതാണ്. അയാ ഗോൾഡിന്റെ സ്റ്റാഫാണ്. കീച്ചെയിനാക്കാം അല്ലേ, നല്ല സാധനമാണ്. അങ്ങനെ അടിപൊളി. നമുക്കിങ്ങനെ ചെല്ലിങ്ങനെ തന്നെ കീച്ചെയിൻ ഇല്ല. ഹയാ ഗോൾഡ് 1 ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആണല്ലേ, സോറി, ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട് 1. അപ്പൊ എന്തായി, നമ്മള് കീച്ചെയിന് ഒന്ന് ചാടിയാലും കാണാൻ വേണ്ടിട്ട് പറ്റും. വാവ്, കൊള്ളാം. ഒരു ഓട്ടോറിക്ഷയ്ക്ക് കറക്റ്റ് വഴിയാ കണ്ടങ്ങള്. ഇവിടെ നല്ലൊരു ടേണിങ് ഉണ്ട്. ഈ ടേണിങ് കിട്ടണം നമുക്ക്.
വാവ്, ആ ടേണിങ് ഓക്കെ. അത് കഴിഞ്ഞ ഉടനെ അടുത്ത ടേണിങ്. വാവ്, അത് ഓക്കെ. അങ്ങനെ ഒരു എന്താ പറയാ, ഓട്ടോറിക്ഷയ്ക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു വഴിയിലേക്കായിരുന്നു പോയിരുന്നത്, ഒരു വീട്ടിലേക്കായിരുന്നു പോയിരുന്നത്. കാറ് കൊണ്ട് പോവാൻ പറ്റില്ല, റിസ്കാ. അവിടെ പോയി തിരിക്കാനൊന്നും കഴിയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ വീണ്ടും ബാക്കിൽ ഇരുന്നപ്പോൾ നമ്മൾക്കൊരു ലോക്കൽ കൂടി കിട്ടിയതാണ്. അപ്പൊ ഇനി നമ്മളുടെ പരിപാടി എന്താ വെച്ചാല്, നമ്മൾക്കൊന്ന് ചായ കുടിക്കണം. ചായ കുടിക്കാൻ 11 മണിയായി. നമ്മൾ സാധാരണ കുടിക്കുന്നത് പോലെ പൊറാട്ട, ഒരു മുട്ട, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കലേ കഴിക്കാം. പക്ഷെ അങ്ങനെ വലിയ കഴിക്കാനുള്ള ഒരു വിശപ്പ് തോന്നുന്നില്ല, എന്താ അറിയില്ല. അപ്പൊ സ്റ്റാൻഡിലാണ്, 11 മണിയായി അല്ലേ. പൈസ ഒക്കെ ലോക്ക പോയി നോക്കാം നമുക്ക്. എനിക്കിപ്പോൾ ഇവിടുന്ന് ലോക്കൽ വന്നോട്ടോ 30 റുപ്യേൻ്റെ. പക്ഷേങ്കിൽ ഞാൻ പോയില്ല. അപ്പോൾ ആ പോകുന്ന താത്താമാർ, പക്ഷേങ്കിൽ ഞാൻ പോയില്ല. വേറെ ഒന്നല്ല, നമുക്ക് സ്റ്റാൻഡിൽ നിന്ന് ട്രിപ്പ് എടുക്കാൻ വേണ്ടി പാടില്ല. സ്റ്റാൻഡ് മൊത്തത്തിൽ കൊള്ളാട്ടോ. ഇതിൻ്റെ ഹോട്ടൽ ഇവിടെയാണ്. ഒരു പൊറാട്ട, ഒരു ചായ കുടിക്കാം നമുക്ക്. മുട്ട വേണ്ടെന്ന്, മുട്ട ഒഴിവാക്കാം. ആ പോകുന്ന പയ്യൻ്റെ ഒരു ലോക്കൽ ഇട്ടാ. അപ്പം നമ്മളുടെ വീഡിയോ കാണലുണ്ടെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. വാവ്, വളരെ സന്തോഷം. ഇന്ന് നമ്മുടെ വീഡിയോ കാണുന്ന രണ്ടാമത്തെ പയ്യനെയാണ് ഞാൻ കൊണ്ടുവന്നത്. രണ്ടാമത്തെ ചെക്കനെയാണ് നമ്മുടെ വീഡിയോ കാണുന്നേ. എന്താലേ കേൾക്കുമ്പോ ഭയങ്കര കുളിരാ. അതെന്താ അറിയില്ല, പറഞ്ഞെന്നാ മനസ്സിലാവില്ല ഞങ്ങൾക്ക്. നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, എന്നിട്ട് നമ്മുടെ വീഡിയോയിലെ ചില ഭാഗങ്ങളൊക്കെ നമ്മോട് ഇങ്ങനെ പറയുമ്പോ അത് കേൾക്കുമ്പോ ഒരു കുളിരാണ്. ഒരു 30 രൂപ പോയിന്റ്, കറക്റ്റ് 1.5 കിലോമീറ്റർ. കറക്റ്റ് 1.5 കിലോമീറ്ററാ. ശരിക്കും 1.5 കിലോമീറ്റർ ഒക്കെ നമ്മൾ ഈ വളഞ്ഞ വളവുണ്ടല്ലോ, ഈ വളവൊക്കെ വരും 1.5 കിലോമീറ്റർ. അതാണ് പ്രശ്നം. എന്നാലും കുഴപ്പമില്ല, നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരെ അതുകൊണ്ട് നമ്മളങ്ങനെ അല്ല. അല്ലെങ്കിൽ നമുക്ക് ഉപ്പേനുള്ളൂ കേട്ടോ അങ്ങോട്ട് തരല്. കൊട്ടമ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് കൊട്ടമ്പാറ. കറക്റ്റ് 1.5 കിലോമീറ്റർ മുട്ടിയിട്ടാണ് നമ്മൾക്കൊരു 30 കിട്ടിയത്. ഇപ്പോൾ സമയം 12 മണിക്ക് 7 മിനിറ്റ്. 7 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ 12 മണിയായി. ഈ നേരം വരെ നമ്മൾ എണ്ണ അടിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ആ നേരത്തെ എണ്ണല്ല എന്നൊക്കെ പറഞ്ഞതാണ്. നമുക്കൊരു 300 രൂപയുടെ എണ്ണ ഈ ഒരു പമ്പിൽ നിന്നും അടിക്കാം. നമ്മൾ ഇവിടെ നിന്നാണ് സാധാരണ എണ്ണ അടിക്കാറ്. ഒരു 300. കണ്ടോ എന്നേ ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ? അനിയന്റെ കുട്ടി ഒരാളുണ്ടായാലും എന്താ വെച്ചാല്, ഞാൻ ആ വീഡിയോ ക്യാമറ ഒക്കെ വെക്കണുണ്ടല്ലേ, അത് രണ്ടാളുണ്ടാവുമ്പോ രണ്ടാളും അഭിനയിക്കണ്ടേ. അത് രണ്ടാളും ഒരേപോലെ നിൽക്കണം. അത് നിന്നിട്ടില്ലെങ്കിൽ ആ ഒരു ഭംഗി കിട്ടൂല. പമ്പില് വന്നപ്പോ പമ്പില് ചേച്ചി വെച്ചിട്ടുള്ള പാട്ട്, കാലമതിക്കാലേ കൂരേന്ന് പോയില്ലേ, അത് അതൊക്കെ കേട്ടിങ്ങനെ പുത്തിർക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് സങ്കടമല്ലേ. നമ്മളിപ്പോ സങ്കടപ്പെടണ്ട, നമ്മൾ നൈസായിട്ട് വണ്ടി നീട്ടി വിടാം, വണ്ടൂർ ടൗണിലേക്ക് വിടാം. അങ്ങനെയെങ്കിൽ സമയം ഇപ്പൊ എത്രയാറ്? 12:35 ആയിട്ടുണ്ട്. 12:35 എനിക്ക് ലൈനിൽ നിന്നപ്പോൾ സെക്കൻഡ് ഗ്യാപ്പിൽ നിന്നും എനിക്കൊരു ലോക്കല് കിട്ടി. പാലക്കാട്ടുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കുറെ നേരം നമ്മൾ ലൈനിൽ ഇരുന്നിട്ട് കിട്ടുന്നതാണ്. അതായത് 30 രൂപ. ഈ നാട്ടിലൊക്കെ, ഈ നാട് എന്നല്ല, എന്റെ നാട് കോക്കാടംകുന്ന്, ഇത് പാലക്കാട് കുന്ന്, അതുപോലെ കൊട്ടമ്പാറ, ഒട്ടംകുന്ന്, പള്ളിക്കുന്ന്, ചെട്ടിയാറ, അങ്ങനെയുള്ള കുറച്ച് നാടുകളുണ്ട് ഇവിടെ. നായാടിക്കുന്ന്, മരക്കലം കുന്ന്, അങ്ങനെ കുറച്ച് നാടുകൾ. ഈ നാടുകൾക്കൊക്കെ 30 രൂപയാണ്. ഇതൊക്കെ ടൗണിന്റെ 1.5 കിലോമീറ്ററിലാണ് ഈ നാടുകളൊക്കെ ഉള്ളത്. അതാണ് പ്രത്യേകം. ഇവരതൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങൾക്ക് എന്നുള്ള ട്രിപ്പ്. ഇവരതൊക്കെ തന്നെയാണ്. ഇവരൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പലവട്ടം ആലോചിക്കാറുണ്ട്, ഈ പാലക്കാടൊന്ന്, കോക്കാടംകുന്ന്, കൊട്ടമ്പാറ, മരക്കലം കുന്നൊക്കെ ഇല്ലെങ്കിൽ, ഞങ്ങൾക്ക് ഇത്തരം ലോക്കലുകൾ കൂടി ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലായോ? അതായത് നമ്മുടെ എല്ലാവരും ടൗണിലും ഉണ്ടാവും ഇത്തരത്തിൽ ചെറിയ ചെറിയ നാടുകൾ അല്ലെ. ആ നാടുകളൊക്കെ ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ ഒന്നും ആൾ താമസം ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾക്കൊന്ന് ലോക്കൽ വെച്ച് ഒരു ട്രിപ്പും ഉണ്ടാവില്ല. പെരും രസം, അതായത് ഒരു ബ്രോ നമ്മുടെ വണ്ടിയിൽ വന്നിട്ട് കയറിയിട്ട് പറഞ്ഞു, ഒരു ബസ്, അവിടെ 2 ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്, അപ്പൊ അവിടെ നിന്നാണ് കയറുന്നത്. ആ വണ്ടിയിൽ ജോലി ചെയ്യുന്ന ഒരാളാ. അപ്പൊ കയറിയിട്ട് പറഞ്ഞു അവർക്ക് ടൗണിലൊന്ന് വരണം, മൊബൈൽ ഷോപ്പിൽ കാണുന്ന പറഞ്ഞു. മൊബൈൽ ഷോപ്പ് പോയി വന്നപ്പോ
ബസ് 2 ബസ് ഉണ്ടായിരുന്നു, രണ്ടും പോയി. അപ്പോ പിന്നെ ഞങ്ങള് പോയി ബസ്സിന് പിന്നാലെ വെച്ച് പിടിച്ച് സാധനത്തിന് ഞങ്ങള് കിട്ടി. എന്താ പറയാ, നമ്മള് ഒരു അശ്രദ്ധ ഉണ്ട്, നമ്മളത് പറഞ്ഞു പോയിട്ടില്ലെങ്കിലേ അതാണ്. നമ്മൾ ആ ബസ്സിലുണ്ട് ഈ ബസ്സിലുണ്ട് കഴിഞ്ഞിട്ട് ഓരങ്ങോട്ട് പോകും. ഏതായാലും കൊള്ളാം. എനിക്ക് എന്തായാലും ആ ഒരു എയറോപ്പില് ഒരു 40 രൂപ കിട്ടി. അത് നോക്കണ്ട. ഇന്ന് പലവട്ടം മുന്നിലേക്ക് എത്തിക്കണമെങ്കിൽ ഞാൻ ഇപ്പോഴൊക്കെ കാണിക്കണം കേട്ടോ. ആകെ ഉണങ്ങി കിടക്കുന്ന ഒരു പോലെയാണ്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 1:20 ഇനി ഒരു ലോക്കലും കൂടി എടുക്കുക, വീട്ടിൽ പോവുക, ചോറുണ്ട, എന്നിട്ട് വരാം. ലോക്കൽ തന്നെ കിട്ടുള്ളൂ. അപ്പൊ മൈൻഡിൽ എപ്പോഴും ലോക്കലുള്ള ചിന്ത ഉണ്ടാവുള്ളൂ, ലോങ് ചിന്ത ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും ഇവിടെ ഫസ്റ്റ് ഗ്യാപ്പിൽ ഇരിക്കുമ്പോൾ ഒരു പ്രതീക്ഷയാണ്. ചെങ്ങന്മാരെ, ഞാൻ ടൗണിൽ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഗ്യാപ്പിൽ നമ്മൾ ഇരിക്കുന്നല്ലോ. അപ്പൊ നമ്മൾക്കൊരു ലോക്കൽ കിട്ടിയത് എടുക്കാം എന്റെ നാട്ടിലേക്കാണ്. അപ്പൊ പിന്നെ ഇപ്പൊ സമയം 1:25 ആയതുകൊണ്ട് നമുക്ക് ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അതെ, ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് 2-2:30 ആകുമ്പോൾ പോവാം. ഞാൻ നേരെ വീട്ടിൽ കേട്ടോ. ഉച്ചവരെ കളി എല്ലാവർക്കും മോശമാണ്, നമ്മൾക്കും മോശം തന്നെയാണ്. പക്ഷെ എന്നാലും നോക്കിയിട്ട് കാര്യമില്ല. അതാ പറക്കുന്നൊരു പറവ എവിടെയല്ല. ഞാൻ ഭക്ഷണം ഇന്ന് എന്താണ് അവ കറിയൊക്കെ 1:25 ഉണ്ടോ. എന്താ കറി? സാമ്പാർ. ഇതെന്താ കിഴങ്ങ് വരിയോ? ചേന വരി, പിന്നെ ക്യാബേജ്, സാമ്പാർ, പപ്പടം, തളമീൻ വറുത്തത്, അരിനെല്ലിക്ക ഉപ്പിലിട്ട് വാങ്ങിയതാ. ഒക്കെ വാങ്ങിയത് തന്നെയല്ലേ, ഉണ്ടാക്കിയതല്ലാന്നാ ഉദ്ദേശിച്ചത്. പിന്നെ ഇത് കൊണ്ടാട്ട മുളക്. വമ്പം പരിപാടി കേട്ടോ. എത്ര അങ്ങനെ ഐറ്റംസ് അതൊക്കെ തിന്നു കഴിഞ്ഞാൽ. പിന്നെ ഭക്ഷണം കഴിക്കട്ടെ. ഇപ്പോൾ 35 2 മണി. ഞാൻ ഇറങ്ങുവാണ്. ഓടുന്ന ദിവസം നല്ല രീതിയിൽ ഓടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കിട്ടിയോ ഇല്ല എന്നുള്ളത് നമ്മൾ ഇറങ്ങുമ്പോഴാണ് സംഭവിക്കുക. കിട്ടിയെന്ന് പറയണമെങ്കിൽ നമ്മൾ ഇറങ്ങണമല്ലോ. കൂടുതൽ ടൈം നമ്മൾ വർക്ക് ചെയ്ത് വെക്കുക, നേരം മാറ്റം ഉണ്ടോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടി. ഈ ഒരു നേരം ആയതുകൊണ്ട് തന്നെ വണ്ടിക്കാരൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടി പോയതാവാം. പോയവർ, അതായത് വണ്ടൂർക്കാരായിട്ടുള്ള എൻ്റെ നാടിനടുത്ത് അല്ലെങ്കിൽ വണ്ടൂർ പ്രദേശത്തുള്ള ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ അവരെന്തായാലും ഭക്ഷണം കഴിച്ചൊന്ന് ഇറങ്ങിയിട്ടൊക്കെ വരുള്ളൂ. ഞാൻ ഇവിടെ എത്തിയത് നമുക്ക് നോക്കാം. ഉച്ചക്കശല്ല കളി. ഒരു വണ്ടി ലൈനിൽ ഇങ്ങനെ ഇട്ട് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറിച്ചിടല്ലേ, തള്ളാണ്, തള്ളിക്കൊണ്ട് പോകണം. അവിടെ ഒന്നും ആരും ഇല്ലല്ലേ, വളരെ വിജന്നമായി കിടക്കുകയാണ്. യാർമേ ഇല്ലടേ. 1 2 3 4 5 6 7 വണ്ടി പോയിട്ട് ലൈനിൽ. 7 വണ്ടി. ആളുകളില്ലേ, വരുമായിരിക്കാം. വേട്ടവാളിയന്മാരവിടെ നിന്ന് വർത്താൻ വേണണ്ട. 2:40 ഇപ്പോൾ സമയം. 2:40. ഇപ്പോഴും നമ്മളുടെ മുന്നിൽ ഇനിയും 2 വണ്ടിയുണ്ട്. ഉറങ്ങാതെ റെസ്റ്റ് എടുക്കാതെ നമ്മൾ വന്നതാണ്. ഞാൻ ചില ദിവസമൊക്കെ ഇങ്ങനെ കാലൊക്കെ കയറ്റി വെച്ചിട്ട് വേറെ ഇങ്ങനെ ഇരിക്കും, ഫോണുമ്മ കളിച്ച്. എല്ലാവരും ഇങ്ങനെ തന്നെ കേട്ടോ. എല്ലാ ഡ്രൈവർമാരെ വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിലും ഇവിടെ എടുക്കുക. ഇവിടെ അവിടെയൊക്കെ ഒരേ പത്തനം. പക്ഷേ വീട്ടിലാകുമ്പോൾ എന്താ പറയുക, നമ്മൾ മൊബൈൽ എടുക്കില്ല, നമ്മൾ കിടക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ പക്ഷെ നമ്മൾ ഉറങ്ങലടക്കില്ലല്ലോ, പിന്നെ മൊബൈൽ എടുക്കും. അതുകൊണ്ട് ഒരു കാര്യമല്ല, കാരണം അവിടെ വരുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കില്ല. പിന്നെ അനങ്ങണില്ല. എൻ്റെ മുന്നിൽ ഇന്ന് 2 വണ്ടി. ഓക്കെ, 3:05 കിട്ടിയൊരു ട്രിപ്പാണ്. അത് 50 രൂപ പോയിന്റ്. 3:05 അത്ര നേരം, അതായത് 2:30 1:30 ഏതായാലും അപ്പളോ നമ്മൾ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ട് 2:00 നമ്മൾ സ്റ്റാൻഡിലേക്ക് വന്നിട്ട് ഈ ഒരു നേരത്താണ് 1 മണിക്കൂർ 5 മിനിറ്റുമായിട്ട്, അതായത് 65 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു ട്രിപ്പ് ഇടുന്നത്. അത് 50 രൂപയുടെ ട്രിപ്പ്. തകർത്ത ഓട്ടാണിത്. അതായത് ഇപ്പൊ സമയം 4 മണി. ഇപ്പോഴും കിട്ടി നമ്മൾക്കൊരു 30 രൂപ 1 മണിക്കൂർ കഴിഞ്ഞിട്ട്. നേരത്തെ പറഞ്ഞത് കഴിഞ്ഞിട്ട് ഇപ്പൊ 1 മണിക്കൂറായില്ലേ. ഇപ്പോഴും നമ്മൾക്ക് കിട്ടിയത് ഒരു 30 രൂപയാണ്. മണിക്കൂറിൽ 30 വെച്ച് കിട്ടുവാണെങ്കിൽ അടിപൊളിയാവും. എന്തായാലും കിളിർക്കും, നമ്മൾ പൂക്കും. നമ്മളുടെ മാവും പൂക്കുന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ മാവും പൂക്കുന്നു. സമയം ഏതാണ്ട് 4:45. നേരത്തെ നമുക്കൊരു 30 രൂപയുടെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മൾക്കൊരു നല്ലൊരു ട്രിപ്പ്. ഇന്നത്തെ ദിവസം ഒരു 50 രൂപയുടെ മേലേക്ക് ട്രിപ്പ് കിട്ടുന്നത് ഇതാണ്. 90 രൂപ. അതും തന്നെ 100 രൂപ തികഞ്ഞില്ല എന്നുള്ളതാണ്. ഏതായാലും കൊള്ളാം. ഈ ഒരു നേരത്തെ 4:30 അതാണ്ട സമയം. 4:30 കഴിഞ്ഞു.
ഇപ്പം കിട്ടിയല്ലോ. ഇപ്പം ഉള്ളത് വാണിയമ്പലം എന്ന് പറയുന്ന നമ്മളുടെ തൊട്ടടുത്ത വലിയൊരു ടൗണിലാണ്. നമ്മളുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ അവിടെ വാണിയമ്പലത്താണുള്ളത്. ഏതായാലും വാണിയമ്പലത്തിൽ കിട്ടും. ഞാൻ വന്നിട്ടുള്ള ഈ ഒരു സ്ഥലത്തിന്റെ പേര് ചെമ്മാണ്. വാണിയമ്പലത്തോട് കുറച്ചുകൂടി പോയിട്ട് കച്ചങ്കോട് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെ ഉള്ള ഒരു സ്ഥലമാണ് ചെമ്മാണ്. ഈ ഒരു ചെമ്മാനത്തേക്കായിരുന്നു നമുക്ക് ട്രിപ്പ് ഇടാം. ഇപ്പൊ ഞാൻ അവിടുന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്ററോളം പോകുന്നു. ഒരു കുട്ടികളെ നമുക്ക് മടക്കം കിട്ടിയില്ല. അവിടുന്ന് അങ്ങോട്ട് മാറി നമുക്ക് ട്രിപ്പും കിട്ടിയില്ല. ഈ പോക്ക് അങ്ങനെ പോവുക, സ്റ്റാൻഡിൽ കൊണ്ടുപോയി നിർത്തുക. ചില ദിവസം ഭയങ്കര. ഇപ്പൊ ഇന്നലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് ഓടുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഇന്നലെ ഓടിയിട്ട് ഇപ്പൊ ഞാൻ എത്ര രൂപയ്ക്കാണ് ഓടി നിൽക്കുന്നത് അതിനേക്കാൾ ഞാൻ ഓടിയിട്ടുണ്ട്. അതാണ് എൻ്റെ മോനെ ഫസ്റ്റ്. അതാണ് അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. സമയമാണ്. അല്ലാന്താ നേരത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ 5:35. 5:35 നമുക്ക് വീണ്ടും ഒരു ലോക്കൽ കിട്ടിയിരിക്കുകയാണ്. ആ ഒരു ലോക്കൽ എന്ന് പറയുന്നത് നിംസ് ഹോസ്പിറ്റലിലേക്കായിരുന്നു. 30 രൂപ. ഇവിടുന്ന് ആരിലൊക്കെ മടക്കമുണ്ടോ? ഈ നടന്നു പോകുന്നവർക്ക് ഒന്നും വണ്ടിക്ക് പോരണ്ടേ? ഏത് ഭാഗത്തേക്കാ? പേടിച്ചോ? ഫോണൊക്കെ നോക്കി. കാര്യം എന്തൊക്കെയാലും നമുക്ക് 2 പേരെ മടക്കം കിട്ടിയായിരുന്നു കേട്ടോ. ആ മടക്കം ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇറക്കി. ഞാൻ ഇതിന് മുമ്പ് ഒരു ദിവസം വാണിയമ്പലത്തിൽ നിന്ന് മടക്കം വിളിച്ചപ്പോ അന്ന് ആ വീഡിയോക്ക് താഴെ വന്നിട്ട് ഒരാളൊക്കെ ഉള്ളൂ നമ്മൾക്ക് കമന്റ് ചെയ്തിരുന്നു. അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല, ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളെ കയറ്റരുത്. ചെയ്യണില്ല. ചെയ്യാതിരിക്കണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പാക്കി തരുവാണെങ്കിൽ ഉപകാരമാവും. ഇല്ലാന്നാണെങ്കിൽ നമ്മളെ കൈ കാണിച്ചിട്ടുണ്ട്, വണ്ടി ഫ്രീ ആണ്, നമ്മൾ ട്രിപ്പ് എടുക്കാൻ ഓക്കെയാണ്, മാനസികമായിട്ട് ബുദ്ധിമുട്ടില്ല, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടില്ല, വണ്ടി വർക്ക്ഷോപ്പൊക്കെ അല്ല പോണേ, നമ്മൾ ഓടാൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിർത്തും. പിന്നെ ഇതേപോലെ നമ്മൾ ആളുകൾ നിൽക്കുന്ന കണ്ട വണ്ടിക്കാണെങ്കിൽ ഞാൻ വണ്ടിക്കാ പോകണമെങ്കിൽ വണ്ടിക്കാണെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്യും. കാരണം ഞാനിപ്പോൾ ഇതുമ്മ എന്താ പറയുക, ആയിരങ്ങൾ സമ്പാദിക്കണമൊന്നുമില്ല. തുച്ഛമായ വരുമാനം തന്നെ ഉള്ളൂ. ഓലെ പോലെ തന്നെ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലാതെ ഓലെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഓർക്കുള്ള ആൾക്കാരെന്തായാലും ഒളിച്ചു കിട്ടും, നമുക്കുള്ള ആൾക്കാരെന്തായാലും നമുക്ക് കിട്ടും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, വാണിയമ്പലത്തേക്കായാലും വാണിയമ്പലത്തിൽ വണ്ടൂർക്കായാലും ആളുകൾ ബസ്സിന് പോക്ക് വളരെ കുറവാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ പറഞ്ഞതുപോലെ മടക്ക ഓട്ടോറിക്ഷകൾക്കാണ്. അപ്പോൾ അത് ആളുകൾക്ക് ശീലമായി, ഞങ്ങൾക്കും തന്നെ അതൊരു ആശ്വാസമാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു 3 ആളെ കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കിട്ടലാണ്. ഫസ്റ്റ് ഗ്യാപ്പിലാണ് ഫുള്ളായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു വരുന്നത്. അവിടുന്ന് ആരും മിസ്സാകരുത്. വീണ്ടും നിംസിലോട്ടാണ് വന്നത്. അതായത് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6 മണി. നമുക്ക് നിംസ് കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഇവിടേക്ക് തന്നെ കാരണം, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നമുക്ക് വീണ്ടും നേരത്തെ പോലെ മടക്കം വണ്ടൂര് ആരെങ്കിലും ഉണ്ടോ നോക്കാം. നേരെ സംഗതി എനിക്ക് ഇപ്പോഴും കിട്ടിയൊരു മടക്കം. ഞാനപ്പോ ചായ കുടിക്കാനുള്ള പരിപാടി ഉണ്ട്. അപ്പൊ അവിടെ നമ്മുടെ ചന്ദ്രേട്ടൻ വിളിച്ചിട്ടുണ്ട്. ചന്ദ്രേട്ടൻ അതുകൊണ്ടാണ് ഇവിടെ വിളിച്ചു നോക്കാം. ആംഗ്യ ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. വരുന്നുണ്ട്, വലിയ പുള്ളിയാണ്. ഇനി ഉപദേശിക്കുന്ന മെയിൻ ആളത്. ഓടിയോ? കുഴപ്പമില്ലേ? വെരി ഗുഡ്. അവർക്കൊന്നും കുഴപ്പമില്ല. ഞാൻ നല്ല കുഴപ്പത്തിലാണ്. ഞാൻ കുഴപ്പത്തില്ല. ഇപ്പൊ സമയം എത്ര അറിയാം? 6:30 ആവാനായി. ഞാൻ കുറച്ചും കൂടി നേരെ ലേറ്റ് ഉണ്ടാവുള്ളൂ. ഇയാളൊക്കെ ഇതാക്കണ സാധനം ഉപ്പും കൊണ്ടുപോകണം. തന്നെയാണ്. ഇനിയിപ്പോൾ ഈ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടേ, നമ്മളുടെ ഓഫർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റ് വിഷൻ ക്വാളിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ അത് നല്ല നോക്കാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കാണിക്കാം. സ്റ്റാൻഡിൽ വെക്കുമ്പോഴാണ് ക്യാമറയ്ക്ക് തീരെ ക്ലാരിറ്റി കിട്ടാക്കുക. അപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ നിന്ന് കയ്യിൽ പിടിച്ചേക്കുവാണ്. അപ്പോൾ മക്കളെ, ഞാനിപ്പോൾ ഒരു ലോക്കൽ പോകുന്നു, അത് 30 രൂപയാണ്. ഇത് ഞാൻ നേരത്തെ ഷോട്ട് കട്ടാക്കി ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്ക് കിട്ടിയതാണ്. കൊട്ടമ്പാറ എന്ന് പറയുന്ന സ്ഥലം ഞാൻ ഈ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നതുകൊണ്ട് കൊട്ടമ്പാറ. അപ്പോൾ അങ്ങോട്ടേക്കാണ് കിട്ടിയിരുന്നത്. ഇനി റിട്ടേണുള്ള ആരെങ്കിലൊക്കെ നമുക്ക് നിംസ് ഹോസ്പിറ്റലിൽ മടക്കം കിട്ടുമോ നോക്കുക, അല്ലെങ്കിൽ ട്രിപ്പ് കിട്ടുമോ നോക്കുക. നമുക്ക് നേരത്തെയൊക്കെ കിട്ടിയിരുന്നത് ഇതാ ഇവിടെ നിന്നായിരുന്നു, നിംസ് ഹോസ്പിറ്റലിൻ്റെ ഇവിടെ നിന്ന്. പക്ഷേങ്കിൽ ഇവിടെ ഒന്നും ആരും ഇല്ലാതെ 2 പേരൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അവരൊന്നും ഓട്ടോയ്ക്കല്ല, നമുക്ക് വേറെ എവിടേക്കോ ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഓട്ടോയ്ക്ക് ആണെങ്കിൽ അവർ കൈ കാണിക്കുക, നമ്മൾ വിളിച്ചാൽ കയറുള്ളൂ. ഇല്ലാന്നാണെങ്കിൽ അവർ കയറില്ല. ടൗണിലേക്ക് ഇവിടുന്ന് 1 കിലോമീറ്ററാണ്. 1 കിലോമീറ്റർ നമ്മൾ 10 രൂപ,
മടക്ക ചാർജ് 10 രൂപ മേടിക്കും. 8:05 8:05 നേരം. ടൗണിൻ്റെ കോലം കണ്ടില്ലേ. ഫസ്റ്റ് ഗ്യാപ്പിലാണ്. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ പോവാം, ഇല്ലാന്നാണെങ്കിൽ എടുത്ത് പോവാം. ചങ്ങന്മാർ ഞാനിവിടെ പാടത്തിരിക്കുവാണ്. ഇന്ന് നമ്മൾ ടോട്ടലി ഓടിയിട്ടുള്ളത് എത്ര വെച്ചാൽ 500 രൂപ കറക്റ്റാണ്. 500 രൂപ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ തിങ്കണമെങ്കിൽ തിങ്കാം. ഞാൻ വീട്ടിലേക്ക് ഇപ്പോൾ പോവില്ല, 9:30 ആവും. പിന്നെ അപ്പോൾ അതിൻ്റെ പാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ക്യാമറയിൽ നിന്ന് വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുകയൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഇവിടെ ഈ തിങ്കണ ഗ്യാപ്പിൽ നടക്കുകയും ഈ സമയത്ത് ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല. അവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് ഇരുന്നാലും എൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടിക്ക് പറ്റാറുള്ളൂ. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ പിന്നെ വരും. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.